ഇന്നത്തെ വീഡിയോയിൽ മത്തി എങ്ങനെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ടാവും 5 മിനിറ്റ് കൊണ്ട് 2 കിലോ മത്തിയൊക്കെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് നല്ല വൃത്തിയായിട്ട് മീൻ ക്ലീൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ സമയം വേണം. അപ്പോൾ സമയം മാത്രമല്ല, നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ അത് ക്ലീൻ ചെയ്തെടുത്താലാണ് നമുക്കത് കഴിക്കാനും പറ്റുള്ളൂ. നമ്മൾ കറി വെക്കുന്നതിനേക്കാളും ടാസ്ക്കാണ് അത് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത്. കാരണം അത്രയും വൃത്തിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്താലാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു തൃപ്തിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ മത്തി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കും. ഇപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ചെതമ്പലൊക്കെ നല്ല ബലം പിടിച്ചിരിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല വടി പോലെ നിൽക്കുന്ന മീനായിരിക്കുള്ളൂ ഫ്രഷ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാനിതെൻ്റെ അടുത്തേ കയ്യിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാൽഭാഗം മുകളിലും തലഭാഗം അടിയിലേക്കായിട്ടാണ് ഞാനിത് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കത്രിക വെച്ചിട്ടാണ് ഇത് നന്നാക്കി എടുക്കുന്നത്. കത്തി വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ എളുപ്പം കത്രികയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വാൽഭാഗത്തു നിന്ന് താഴ്ഭാഗത്തേക്ക് ഇതുപോലെ ചെതമ്പൽ കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമീൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചെതമ്പൽ കളയാനായിട്ട്. അപ്പോൾ കുറച്ച് ബലത്തിൽ തന്നെ നമ്മൾ കളഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് 2 സൈഡിൽ നിന്നും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക. കുറച്ച് പഴയ മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെതമ്പലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും. ഇപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ബലം പിടിച്ചിട്ടാണ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗത്തുനിന്നും ഇതിൻ്റെ ചിറകുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ മീനൊന്ന് തിരിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ചെകിള എളുപ്പത്തിൽ തന്നെ വെട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മീൻ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വയർ ഭാഗവും കൂടെ കട്ട് ചെയ്യാൻ എളുപ്പത്തിൽ തന്നെ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുടലും അതുപോലെ തന്നെ പല്ലിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വാൽഭാഗം എടുക്കുക. അതുപോലെ നമുക്ക് തല വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ ഞാൻ തലയെടുക്കുന്നുണ്ട്. നല്ല മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലഭാഗവും കൂടി എടുക്കുക. അത് വേറെ നമുക്ക് ഫ്രൈ ആക്കിയൊക്കെ എടുക്കാവുന്നുള്ളൂ. ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മുടെ മീൻ ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള മത്തിയും കൂടെ നമ്മളിതുപോലെ തന്നെ നന്നാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെതമ്പൽ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നമ്മൾ ചെതമ്പൽ ഇതുപോലെ കളയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേലേക്കൊന്നും തെറിക്കാതെ തന്നെ കിട്ടും. പച്ചമീനായതുകൊണ്ട് തന്നെ ചെതമ്പൽ നല്ലോണം നമ്മൾ ഇതുപോലെ കാണിക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ട് തന്നെ നമ്മൾ ചെതമ്പൽ ഇതുപോലെ കളഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ചെതമ്പൽ കളഞ്ഞ് ചിറകും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തല വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എളുപ്പത്തിൽ തന്നെ മീൻ നന്നാക്കി എടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് പഴകിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി വെച്ചിട്ടാണ് നന്നാക്കി എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചിറകൊക്കെ വലിക്കുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ തോല പൊലിഞ്ഞിട്ട് പോരും. അതുപോലെ തന്നെ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല നന്നാക്കി വെച്ചേക്കുന്നത് കാണാനായിട്ട്. കത്രികയ്ക്ക് നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായി കിട്ടും. ഇപ്പോൾ ഞാൻ മത്തി നന്നാക്കിയിട്ട് ഇതിൻ്റെ തലഭാഗവും അതുപോലെ തന്നെ പലിഞ്ഞീനൊക്കെ വേറെയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മത്തിയിലേക്ക് കുറച്ച് ഉപ്പും കല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കല്ലിന് പകരം നമുക്ക് ഉപ്പ് പൊടിയായാലും മതി. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കുമ്പോൾ ഇതിൻ്റെ മേലുള്ള ഉളുമ്പൊക്കെ ഒന്ന് നമുക്ക് ഇളകി വരും. അപ്പോൾ നമ്മൾ പിന്നീട് വെള്ളത്തിലിട്ടിട്ട് 1-2 പ്രാവശ്യം ഇതുപോലെ തന്നെ കാണിച്ച് കഴുകിയെടുക്കുക. മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറേ പ്രാവശ്യം കഴുകിയാൽ തന്നെയാണ് എനിക്കൊക്കെ തൃപ്തി ഉണ്ടാവുള്ളൂ. എല്ലാവരുടെയും കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ മീനൊക്കെ കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ 2-3 പ്രാവശ്യം കാണിച്ചിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് അലമ്പി കഴുകിയെടുക്കുക. പിന്നെ ഞാൻ പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ട് ഓരോ മീനായിട്ടും ഇതുപോലെ അതിൻ്റെ ഉൾഭാഗമൊക്കെ കഴുകിയെടുക്കും. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഉള്ളിൽ കറുത്തിട്ട് ഒരു പാട പോലുള്ളൊരു സംഭവമൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ പറയാനായിട്ട്. അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇതുപോലെ കഴുകിയെടുക്കണം. എന്നാലാണ് നമുക്ക് അത് തൃപ്തിയോടുകൂടെ കഴിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതുപോലെ ഓരോ മീനായിട്ടും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെയൊക്കെ കഴുകി നീക്കിയൊക്കെ എടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ മത്തി ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ഏത് രീതിയിൽ കട്ട് ചെയ്യുന്നുള്ളത് നമ്മുടെ ഓരോ കറിക്കനുസരിച്ചിട്ടും അതുപോലെ ഫ്രൈ ആക്കുന്നതനുസരിച്ചിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വൃത്തിയായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.